അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എന്താണെന്നറിയോ, ഇന്നലെ നമ്മൾ സാമ്പാർ വെച്ചു. ഇന്ന് നമുക്ക് എന്താ വെക്കേണ്ടത്? അവിയൽ വെക്കട്ടെ. സാമ്പാറും അവിയലും ഒക്കെയാണല്ലോ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ ഇന്ന് അവിയൽ വെക്കാം. റെസിപ്പിയൊക്കെ ചിറ്റയുടെ തന്നെയാട്ടോ. ഞാൻ അതിന്റെ സാധനങ്ങളൊക്കെ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളെ സാധനങ്ങളൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പം നമ്മുടെ അവിയലിന്റെ ചേരുവകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങാക്കോലുണ്ട്, പടവലങ്ങയുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ കായക്കുട്ടന്മാരുണ്ട്, ചേനക്കുട്ടന്മാരുണ്ട്. അത് രണ്ടും ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുവാണേ. പിന്നെ നമുക്ക് ആവശ്യമായ കരിവേപ്പില നല്ല വാഴയിലയിൽ എടുത്തു വെക്കാനായിട്ട് സാധിച്ചു ഇപ്രാവശ്യം. പിന്നെ നല്ല ഫ്രഷ് തേങ്ങ, പിന്നെ നമ്മുടെ ജീരകം, ഒരു 2 ചുമന്ന ഉള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിന് തൈര് വേണം. പിന്നെ നമുക്ക് ആകെ വേണ്ട പൊടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും. ഇത്രയും സാധനങ്ങളാണ് അവിയലിന് വേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനൊരു നല്ല വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. സാധാരണ മൺചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിന് അനുയോജ്യമായൊരു മൺചട്ടി ഇല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അല്പം വിസ്താരമുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കഷ്ണങ്ങളെല്ലാം കൂടി ഇടണം. ആദ്യം നമ്മുടെ ചേനക്കുട്ടന്മാരിടാം. ചേന എപ്പോഴും നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടണമല്ലോ, അതിൽ കറ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ചേന, അതുപോലെ തന്നെ കായ. ഇത് അരിയേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ചുറ്റും എപ്പോഴും പറയും നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയില്ലേ, അതുപോലെ ചെറുതായിട്ട് ആ നീളത്തിലാണ് അരിയേണ്ടത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണോ അരിഞ്ഞേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിയൊക്കെ അങ്ങനെയാണ്. ഇച്ചിരിയൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഞാൻ ട്രൈ ചെയ്തു മൈ ബെസ്റ്റ് അങ്ങനെ അരിയാനായിട്ട്. ഇനി നമ്മുടെ മുരിങ്ങാക്കോല് ഞാൻ പതുക്കെ ഒന്ന് എന്താ പറയുക, നടുക്കേക്കടെ ഒന്ന് മുറിച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പച്ചമുളക്, ബീൻസ്, നല്ല പടവലങ്ങ കിട്ടി, പടവലങ്ങ. ഇനി അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അധികം പൊടികളൊന്നും വേണ്ട കേട്ടോ ഈ അവിയലിന്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരുമാതിരി നന്നായിട്ട് ഇടണേ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ കാശ്മീരിയും നല്ല മുളക് പൊടി മിക്സ് ചെയ്തതാണേ. ഒരുമാതിരി എരിവ് വേണേം ചെയ്യണം, പക്ഷെ കൂടാനും പാടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി മുൻപന്തിയിൽ നിൽക്കാം, കാരണം നമുക്ക് തൈര് ഒഴിക്കാനുള്ളതാണല്ലോ ലാസ്റ്റ്. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ നല്ല കറിവേപ്പില അങ്ങ് മുണ്ടനായിട്ട് അങ്ങ് അരിഞ്ഞിടുക. ഓക്കെ. ഇനി നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒരുമാതിരി നന്നായിട്ട് ഒഴിക്കണേ. ഒരു 3 സ്പൂൺ ഒഴിച്ചു, എന്നുവെച്ചാൽ ആ സ്പൂണ് മൊത്തം വരില്ല കേട്ടോ. എന്നിട്ട് ഇതങ്ങ് മാറ്റുക. എന്നിട്ട് നമ്മുടെ കൈ തന്നെ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്യാറില്ലേ, കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് കുഴയ്ക്കുക. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണല്ലോ. പുറത്തേക്ക് എവിടെയെങ്കിലും കൊടുക്കുവാനാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗ്ലൗസ് ഇടണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുവാണേ. അപ്പം ആ ഒരു മണമൊക്കെ വന്നു തുടങ്ങി. വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്, കറിവേപ്പിലയുടെ മണം വരുന്നുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറി കുട്ടന്മാർ നല്ല ഭംഗിയായിട്ട് നല്ല കളറിൽ നമ്മളെ നോക്കി ഇങ്ങനെ എന്താ പറയുന്നത്, വായോ എന്നെ പെട്ടെന്ന് വേവിക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം ഇതിന് ആവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അവിയൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പം അതൊന്ന് പതുക്കെ വേവാനുള്ള ഒരു വെള്ളം മാത്രം മതി. അത് ചൂടുവെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം തന്നെ ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാടിപ്പോവും. അതായത് നല്ല പച്ചവെള്ളം അതിനകത്തേക്ക് ഇതിങ്ങനെ ഒഴിക്കുന്നു. ആ പച്ചക്കറി ഒന്ന് മൂടിയോ നികഞ്ഞ് നിന്നാൽ മതി കേട്ടോ. അധികം കൂടുതലും വേണ്ട, കുറവും വേണ്ട. എന്നിട്ട് നമുക്ക് ഈ കയ്യിലുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പച്ചക്കറി, നമ്മുടെ അവിയൽ
പാത്രം നമുക്ക് അടപ്പത്ത് വെക്കുന്നു. ഒരുമാതിരി നല്ല തീയിൽ തന്നെ വേവിക്കാം. അടച്ച് തന്നെ വെക്കണേ. നിങ്ങളൊക്കെ ഇതുപോലെയാണോ ചെയ്യുന്നത്? ഓക്കെ, ഇതേ അടച്ചു വെച്ചു. ഇനി അവരവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് അറിയാലോ നിങ്ങൾക്ക്, ജീരകം വേണം. നല്ല ജീരകമാണ് കേട്ടോ, പെരുംജീരകം അല്ല, നല്ല ജീരകം. ജീരകം ഇടുന്നു. കുറച്ച് തേങ്ങയും ജീരകവും, അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി അതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അത്രയും മാത്രം മതി അതിനകത്ത്. ബാക്കി തേങ്ങ അവിടെ വെച്ചിരിക്കുവാണേ. ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇത് നന്നായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർക്കാം കേട്ടോ. തേങ്ങ എപ്പോഴും നല്ല ഫ്രഷ് തേങ്ങ വേണേ. നമ്മുടെ ഡ്രൈ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ തേങ്ങ ഒരുമാതിരി നന്നായിട്ട് തേങ്ങ വേണം. അതൊന്ന് ഒതുക്കി എടുത്താൽ മതി. ഇനി ഒരുപാട് അരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മൾ നമ്മുടെ അമ്മിക്കല്ലൊക്കെ ഇട്ട് ഇങ്ങനെ ഒതുക്കി എടുക്കില്ലേ, അതുപോലെ എടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഒതുക്കി കൊണ്ടുവരാം. അതിനാവശ്യമായ തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം അത് ഞാൻ നന്നായിട്ട് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പം തേങ്ങയൊക്കെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് മിക്സിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് ഇതുപോലെ ഞാൻ ഒതുക്കി കൊണ്ടുവന്ന തേങ്ങ. ഇതിനകത്ത് തേങ്ങ, ജീരകം, 2-3 ചെറിയുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം നമുക്ക് ഇത് ഏകദേശം ഇതിൽ നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ, വെന്തോ വെള്ളം വറ്റിയൊന്ന് നോക്കാം അല്ലേ. അപ്പം അതൊക്കെ തുറക്കാം. നല്ല വാസന വരുന്നുണ്ട്. അപ്പം നമുക്കിതുകൊണ്ടൊന്ന് ഇളക്കി നോക്കാം. ആഹാ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന ഒരവസ്ഥയിലാണേ. കാണിച്ചു തരാം കേട്ടോ. വേണ്ടതേ വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാടങ്ങ് വെന്ത് പോവരുതല്ലോ കഷ്ണങ്ങൾ. ഇങ്ങനെ ഈ ഒരു പാകമാണ് കറക്റ്റ് ഇതിൻ്റെ കേട്ടോ. അപ്പം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പം ഈ കഷ്ണങ്ങളെല്ലാം ഒരുമാതിരി വെന്തു. ഞാൻ തീ അല്പം കുറച്ചു. എന്നിട്ട് ഇനി നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തൈരാണ്. പുളിക്ക് വേണ്ടിയിട്ട് ചിലര് പുളിവെള്ളം ഒഴിക്കും, ചിലര് മാങ്ങ ഇടും. ഞാനിപ്പോൾ തൈരാണ് ചേർക്കുന്നത്. ഇത് ഇവിടുത്തെ തൈര് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ. ഇത് പൊട്ടിക്കാത്തൊരു പാക്കറ്റാണ്. നമ്മൾ പൊട്ടിക്കുന്നു. ഇവിടെ എപ്പോഴും എന്തെടുക്കണോ അതിന് എക്സ്പയറി ഒന്ന് നോക്കുവേ. ഇത് കറക്റ്റാണ്. അപ്പം നമ്മളിത് നല്ല കട്ട തൈരാണ്, ഒരുപാട് പുളിയുമില്ല. അപ്പം നമ്മൾ തൈര് ഒരു 2-3 സ്പൂൺ, പുളി അധികം കുറവായതുകൊണ്ട് ഇതൊരു 3 സ്പൂൺ ഞാൻ ഇട്ടു കേട്ടോ. എന്നിട്ട് ഇളക്കുക. ഇനി അടച്ചു വെക്കണ്ട ശരിക്കും, കാരണം വെള്ളമൊക്കെ ഒരുമാതിരി വറ്റി, കഷ്ണങ്ങളൊക്കെ ഒരുമാതിരി വെന്തു. ശരിക്കും അവിയൽ വെക്കാൻ എളുപ്പമാണേ. അതിന്റെ ടെക്നിക്ക് ഒന്ന് പിടുത്തം കിട്ടിയാൽ മതി. അവിയലിൽ ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും ഇടാലോ. നമുക്ക് കൂർക്ക ഇടാം. കൂർക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാ. പിന്നെ നമുക്ക് അച്ചിങ്ങ ഇടാം. അച്ചിങ്ങയും കൂർക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ തേങ്ങയും കൂടി അങ്ങ് ചേർക്കുവാണേ. തേങ്ങ എപ്പോഴും നല്ല ഇച്ചിരി തേങ്ങ വേണേ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും നല്ല ഫ്രഷ് തേങ്ങ തന്നെ വേണം. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കുക. നമ്മുടെ ഈ പച്ചക്കറി കുട്ടന്മാരെയൊക്കെ വേദന എടുപ്പിക്കാണ്ട് വേണം ഇളക്കാനായിട്ട്. അപ്പൊ നല്ല നല്ല മണം വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെ, നേരത്തെ ആഡ് ചെയ്ത വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയും തേങ്ങയും ജീരകവും എല്ലാം കൂടിയും നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മൾ കടുക് വറക്കില്ല അതിനകത്ത്. അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയും പിന്നെ നന്നായിട്ട് കറിവേപ്പില ഇടണം. അപ്പൊ നല്ല വെളിച്ചെണ്ണ മീതെ കൂടെ ഒന്ന് ധാര തൂക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ കറിവേപ്പില അത് നമുക്കിങ്ങനെ തണ്ടം മുണ്ടനായിട്ട് ഇടാം. ചിട്ട് എപ്പോഴും നല്ല തണ്ടൊക്കെ ആയിട്ട് അങ്ങ് ഇടുവേ. അതിടുമ്പോൾ തന്നെ ഒരു മണാണേ. ഓക്കെ, ഇനി പതുക്കെ ഒന്ന്, ഇനി ചൂടുണ്ടേ. ഇനി ഒന്നങ്ങ് ഇളക്കുക. തീ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ രുചി നോക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു അല്പം എടുത്തൊന്ന് രുചി നോക്കുവാണ്. അതെ, ഈ ഒരു കോമ്പിനേഷനിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അല്പം ഉപ്പും കൂടി ആവാം, അത് മാത്രമേ ഉള്ളൂ കുറവ്. ബാക്കിയെല്ലാം ഉണ്ട്. ഞാൻ ആ തേങ്ങ ഒതുക്കിയ സമയത്ത് 2 പച്ചമുളകും കൂടി അതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്തില്ല, അത് വിട്ടുപോയി. പച്ചമുളകും കൂടി ആഡ് ചെയ്തോളൂ, അപ്പോൾ കുറച്ചും കൂടി എരിവ് കിട്ടും കേട്ടോ. അപ്പം ഇത് ഓക്കെയാണ്, എനിക്ക് ഹാപ്പിയാണ്. അപ്പം അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡി. ഞാൻ അല്പം ഉപ്പും കൂടി ഒന്ന് ഇട്ടിട്ടെ. ഇനി ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത് കുഴഞ്ഞു പോരുതല്ലോ. പതുക്കെ ഇളക്കാവൂ. ഇങ്ങനെ മാടി മാടി ഇടണം. മാടി മാടി ഇട്ടിട്ട് തീന്നങ്ങ് മാറ്റി വെക്കാം. അപ്പൊ നല്ല കറക്റ്റായി തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം. അപ്പൊ നമ്മുടെ അവിയല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അവിയലൊക്കെ വെക്കാനായിട്ട് അറിയാൻ പറ്റാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഇനിയുള്ള എൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഈ വർഷം ഞാൻ ഒരുമാതിരി എല്ലാ കറികളും ഇങ്ങനെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയവും സന്ദർഭം പോലെ ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരായിരിക്കുമല്ലോ. എൻ്റെ പേര് ലിസി, ഇവിടെ UK ലാണ് കേട്ടോ. നേഴ്സായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ ഇങ്ങനെ നേച്ചറും കുക്കിങ്ങും കൃഷികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട് കുറ്റിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നെടുമ്പാശ്ശേരി അടുത്ത്. അപ്പോൾ അവിടുത്തെ ഒരു ഞങ്ങളുടെ രീതിയാണ് കേട്ടോ ഇത്. ചിറ്റ പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴും ചിറ്റയുടെ കൂടെ നിന്ന് വെക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.